തിരുവല്ല നഗരസഭാ ചെയർപേഴ്സണായി UDF-ലെ എസ് ലേഖയും വൈസ് ചെയർമാനായി KV വർഗീസും തിരഞ്ഞെടുക്കപ്പെട്ടു. 18 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇരുവരും തിരഞ്ഞെടുക്കപ്പെട്ടത്. തിരുവല്ല നഗരസഭ അധ്യക്ഷയായി UDF-ലെ തിരുമൂലപുരം വെസ്റ്റ് വാർഡിൽ നിന്ന് വിജയിച്ച എസ് ലേഖയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. 39 അംഗ കൗൺസിലിൽ എസ് ലേഖയ്ക്ക് 18 വോട്ടും എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച LDF-ലെ കിഴക്കമ്പുത്തൂർ വാർഡിൽ നിന്ന് വിജയിച്ച ആശാ സജീവിന് 18 വോട്ടും ലഭിച്ചു. 7 അംഗങ്ങളുള്ള BJP കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തെങ്കിലും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. LDF-ലെ 2 അംഗങ്ങളുടെ വോട്ട് അസാധുവായി. സുരേഷ് കുമാർ, താജുദ്ദീൻ എന്നിവരുടെ വോട്ടുകളാണ് അസാധുവായത്. UDF-ലെ ധാരണ പ്രകാരം ആദ്യത്തെ 4 വർഷം എസ് ലേഖയ്ക്കാണ് അധ്യക്ഷ പദവി. അവസാനത്തെ 1 വർഷം മുസ്ലിം ലീഗിലെ വിദ്യാവിജയന് ലഭിക്കും. ഉച്ചയ്ക്ക് ശേഷം നടന്ന ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ UDF-ൽ നിന്ന് KV വർഗീസ്, LDF-ൽ നിന്ന് ജനു മാത്യു, BJP-ൽ നിന്ന് രാധാകൃഷ്ണൻ വേണാട് എന്നിവർ മത്സരിച്ചു. KV വർഗീസിന് 18 വോട്ടും ജനു മാത്യുവിന് 14 വോട്ടും രാധാകൃഷ്ണൻ വേണാടിന് 7 വോട്ടും ലഭിച്ചു. തുടർന്ന് കുറഞ്ഞ വോട്ട് ലഭിച്ചയാളെ ഒഴിവാക്കി KV വർഗീസ്, ജനു മാത്യു എന്നിവർ മത്സരിച്ചു. ഇതിൽ 14-നെതിരെ 18 വോട്ടുകൾ ലഭിച്ച KV വർഗീസ് ഉപാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടു. ആമല്ലൂർ ഈസ്റ്റ് 10-ാം വാർഡിൽ നിന്ന് വിജയിച്ച KV വർഗീസ് 3-ാം തവണയാണ് നഗരസഭാ അംഗം ആകുന്നത്. 2015 നവംബർ മുതൽ 2018 ഓഗസ്റ്റ് വരെ നഗരസഭ അധ്യക്ഷനായിരുന്നു. വിദ്യാഭ്യാസ ഉപജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ BR അനില വരണാധികാരിയായിരുന്നു. എസ് ലേഖയ്ക്ക് DDEB R അനിലയും ഉപാധ്യക്ഷന് നഗരസഭാ അധ്യക്ഷയും സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തിരുവല്ല നഗരസഭ മുനിസിപ്പൽ കൗൺസിലിലെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട KS എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ ഉദ്ദേശമോ അല്ലാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടോ നിർവഹിക്കുമെന്ന് ഈശ്വര നാമത്തിൽ സത്യപ്പെടുത്തിയിരിക്കുന്നു. സംസ്ഥാനം ഭരിക്കുന്ന ഇടത് സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്താണ് UDF-ന്റെ തെരഞ്ഞെടുപ്പ് വിധിയെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് N ശൈലാജ് പറഞ്ഞു. തിരുവല്ല നഗരസഭ വൻ ഭൂരിപക്ഷത്തോടുകൂടിയാണ് ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ലേഖ വിജയിച്ചിരിക്കുന്നത്. തിരുവല്ല എന്നും ഐക്യജനാധിപത്യ വിശ്വാസികളോടൊപ്പം നിലനിന്നിട്ടുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ്. ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടുള്ള വിധിയെഴുത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഒറ്റക്കെട്ടായ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒരുമയോടുകൂടിയുള്ള പ്രവർത്തനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയേറെ ഭൂരിപക്ഷത്തോടുകൂടി തിരുവല്ല മുനിസിപ്പാലിറ്റി അടക്കമുള്ള ജില്ലയിലെ ഭൂരിഭാഗം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുന്നതിനും കഴിഞ്ഞിട്ടുള്ളത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വരും എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ഈ കാണുന്നത്.